അപ്പോൾ ഇന്ന് നമ്മളൊരു ഡോളാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡോള് കാണാനാണ് ഇഷ്ടം എന്ന് കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഡോളാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡോളിനെ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതൊരു റിക്വസ്റ്റാണ്. കാരണം വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. സോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് വരുമ്പോഴാണ് കമൻറ്റിൽ വരുന്നത്. അപ്പോൾ കമൻറ്റിൽ മിക്കവാറും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. അപ്പം മാക്സിമം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ പഴയ വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഫറൻസ് വീഡിയോസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് കാണുന്നവരുടെ കാര്യമാണ്. സ്ഥിരമായിട്ട് കാണുന്നവർ അറിയാമല്ലോ ഓരോ വീഡിയോസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് റെഫറൻസ് ആയിട്ടുള്ള വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്തു പോകുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്സിൽ എവിടെയെങ്കിലും റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് പറയും. അത് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എല്ലാം വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. സോ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഒരു ഡോളിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബോട്ടിൽ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം വെച്ചിട്ട്, ഒരെണ്ണം ഒരു പെയിൻറ്റ് ബോട്ടിലാണ്, ഒരെണ്ണം ഐ ഡ്രോപ്സ് ബോട്ടിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വേസ്റ്റായിട്ട് വരുന്നത് ഈ 2 ബോട്ടിൽസാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൻ്റെ ചുറ്റും ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു കോൺ പോലെ, ഏകദേശം ഒരു കോൺ ഷേപ്പിൽ വരുന്ന രീതിയിൽ കവർ ചെയ്യുക. കോൺ എന്ന് പറയാൻ പറ്റില്ല, പേപ്പർ വെച്ചിട്ടല്ലേ കവർ ചെയ്യണേ. എന്നിട്ട് ഞാനിവിടെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് സെല്ലോഫെയിൻ ടേപ്പൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കോട്ടൺ, സാധാരണ പഞ്ഞിയാണ്, സർജിക്കൽ കോട്ടൺ ആണ്, അത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോട്ടൺ ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യണമെന്നില്ല, ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഞാൻ കുറച്ച് പഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അതിൻ്റെ പുറത്തേക്ക് ഞാൻ സ്പോഞ്ച് ഷീറ്റാണ്, ഇത് സാധാരണ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സ്പോഞ്ച് ഷീറ്റാണ്, അത് വെച്ചിട്ട് മുകളിലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ നിന്ന് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട്, ക്ലോത്തിൻ്റെ പുറത്ത് ഇത് വെച്ചിട്ട് നമ്മൾ കിഴി കെട്ടുന്നത് പോലെ മുകളിലേക്ക് ഇതുപോലെ ഞൊറിഞ്ഞെടുക്കുകയാണ്. ഒരു മെത്തേഡ് ഞാൻ യൂട്യൂബിൽ ഒരു ബ്രസീലിയൻ ചാനലിൽ കണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ ചാനൽ നെയിം ഈസ് മോണിക്ക ഡി ജീസസ്. വളരെ നല്ലൊരു ചാനലാണ്. അപ്പോൾ അവർ ഇതിൽ ഒരു ഡോളിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നുണ്ട്, ഡോളിൻ്റെ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് എൻ്റെ രീതിയിൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനി നമുക്കതെല്ലാം ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം മുകളിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അപ്പർ ബോഡിയുടെ ഷേപ്പിൽ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഏത് വെച്ചിട്ടാണ്? കോൾ പോഴ്സലൈൻ ക്ലേ വെച്ചിട്ട്. കോൾ പോഴ്സലൈൻ ക്ലേയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഡൗട്ട് വരാറ്. അത് വീഡിയോസ് പലരും സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് കോൾ പോഴ്സലൈൻ എന്താണെന്ന് ഇതുവരെ മനസ്സിലാവാത്തത്. സ്റ്റിൽ ഞാൻ അതിൻ്റെ കൂടെ എഴുതി കാണിച്ചിട്ട് പോലും ആൾക്കാർ വീണ്ടും ചോദിക്കുന്നുണ്ട് കോൾ പോഴ്സലൈൻ ക്ലേ എന്താണെന്ന്. സോ വാട്ട് ടു ഡു? എല്ലാത്തിനും ഞാൻ ഇപ്പോഴും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്ലീസ് സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് എപ്പോഴും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ വീഡിയോയിലും ഞാൻ ഇതുപോലെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മലയാളം മനസ്സിലാവാത്ത ആൾക്കാർക്ക് താഴെ എഴുതി കാണിച്ചത് മതിയാവും. വാട്ട് ടു ഡു? ആൻഡ് സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സ്കിപ്പ് ചെയ്ത വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുമെന്ന്. ആൻഡ് ഇനി നമുക്ക് ആ ഒരു കഴുത്തിൻ്റെ പോർഷനും കൂടെ ക്ലേ വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലിറ്റിൽ ഒരു ഗേളാണ്. സോ അതുകൊണ്ട് തന്നെ ബോഡിക്ക് കൂടുതൽ ചെസ്റ്റ് പോർഷനൊന്നും നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഇംപ്രഷനൊക്കെ കൊടുത്തിട്ട് ഉണങ്ങാൻ വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കൈകൾ ചെയ്തെടുക്കാം. കൈകൾ ഇതിനു മുമ്പ് എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണെങ്കിൽ കൂടെ ഞാൻ കൈകൾ ഇവിടെയും കാണിച്ചു തരുന്നുണ്ട്.
കൈകൾക്ക് ഇങ്ങനെ കട്ട് കൊടുക്കുക. കോൾഡ് പോർസലിൻ ക്ലേ ഒരു ഹോം മെയ്ഡ് ക്ലേ ആണ് കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി പറഞ്ഞ്. ഹോം മെയ്ഡ് ക്ലേ ആണ്. അതിൻ്റെ മേക്കിംഗ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. Again and again I am explaining this. കോൾഡ് പോർസലിൻ ക്ലേ അല്ലെങ്കിൽ എയർ ഡ്രൈ ക്ലേ, എല്ലാവരും എയർ ഡ്രൈ ക്ലേ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും ഈ ഒരു കോൾഡ് പോർസലിൻ ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൈകൾ രണ്ടും സ്കൾപ്റ്റ് ചെയ്തു. അതൊന്ന് ഇച്ചിരി മടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ ഫേസാണ് ചെയ്യാൻ പോകുന്നത്. ഫേസിൻ്റെ സ്കൾപ്റ്റിംഗ് ഞാനിവിടെ കാണിക്കുന്നില്ല. ഓൾറെഡി ഫേസ് സ്കൾപ്റ്റിംഗ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് സെക്ഷനിൽ നിങ്ങൾ ഹൗ ടു സ്കൾപ്റ്റ് ഫേസ് ആ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോയി നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബ്രൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ. ഞാൻ തന്നെ വിചാരിച്ചു ഈ രണ്ട് കോമ്പിനേഷന് വരുമ്പോൾ ഭംഗി ഉണ്ടാവുമോ, ഒരുപാട് തിളങ്ങിയിരിക്കുമോ. നല്ല തിളക്കമുണ്ട് ആ ഒരു സാറ്റിൻ റിബണിന്. അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുമാണ്. പക്ഷെ ചെയ്ത് വന്ന എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അത് ഒരെണ്ണം കുറച്ച് തിളക്കം കുറവും ഒരെണ്ണം തിളക്കം കൂടുതലും ആയതുകൊണ്ട് കുഴപ്പമില്ല, ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ആ ഒരു നീല കാണുന്നത് എൻ്റെ അമ്മയുടെ പഴയ സാരിയാണ് കേട്ടോ. അത് അമ്മ ഒഴിവാക്കിയപ്പോൾ അതിന്ന് പീസ് വെട്ടിയെടുത്താണ്. സാറ്റിൻ റിബൺ നമ്മൾ കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം. അത് വലിയ ഒരു എക്സ്പെൻസീവ് അല്ലല്ലോ. ഇനി നമ്മൾക്ക് സ്ലീവ്സ് ഇതേപോലെ തന്നെ റഫിൾ ചെയ്തെടുത്തിട്ട് അതിന് ഇലാസ്റ്റിക്കാണത്, അറ്റത്ത് ഇലാസ്റ്റിക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇലാസ്റ്റിക് ഇല്ലെങ്കിൽ ഇതുപോലെ ത്രെഡ് തന്നെ ആയാലും മതി. എന്നിട്ടൊന്ന് വലിച്ചാൽ മതി ലാസ്റ്റ്. അപ്പോൾ അതിങ്ങനെ ഞൊറിഞ്ഞ് വന്നോളും. എന്നിട്ട് അകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ്. കൈ കമ്പി വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ കമ്പിയോ ഐപ്പിന്നോ എന്തെങ്കിലും വേണം ഫിക്സ് ചെയ്യാൻ. ഇപ്പം എല്ലാം നമുക്ക് ഇതൊന്നും യൂസ് ചെയ്യാതെ എല്ലാ ഡോൾസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ഐഡിയാസിനെ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. മിക്കവാറും നിങ്ങൾക്ക് കമ്പി ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാലും മതി. ഒട്ടിച്ചാൽ നിൽക്കാവുന്നതേ ഉള്ളൂ ആ കൈ, കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും സ്ട്രോങ് ഗ്ലൂ, ഫെവിബോണ്ട് പോലത്തെ ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുക. ഗ്ലൂ ഗണ്ണ് പലരും പരാതി പറഞ്ഞു ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാത്തത്. ഗ്ലൂ ഗണ്ണാണ് പെട്ടെന്ന് എളുപ്പം ഒട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്ലീവ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മുകളിലേക്കുള്ള യോക്ക് പോർഷൻ വെച്ച് കൊടുക്കാം. അത് ഞാൻ ഒട്ടിച്ചാണ് കൊടുക്കുന്നത്. കാരണം ഈ ഒരു ഡോള് വന്നിട്ട് വെസ്റ്റേൺ അറ്റയറിലുള്ള ഡോളാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡോൾ സ്റ്റോറിയിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് എനിക്ക് ഈ ഡോളിൻ്റെ ഒരു ഡ്രസ്സ് റിമൂവ് ചെയ്യണം എന്നൊന്നും ആവശ്യമില്ല. സോ അതുകൊണ്ട് ഞാൻ എല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡോളിൻ്റെ മേക്കിങ്ങിൽ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന പലരുടെയും പരാതി പറഞ്ഞാൽ വലിയ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കാണുന്നത് പലരും. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. കാരണം ഏതൊരു ചാനലും പോലെ തന്നെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു ചെറിയ ഡോളായിട്ട് കൂടെ ഇതിൽ പല ക്ലേയുടെ പോർഷൻ വളരെ കുറവാണ്. ഇതിൻ്റെ ഡ്രൈയിങ് എല്ലാം ചേർത്തിട്ടും എനിക്കൊരു 3-4 ദിവസം വേണ്ടി വന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ വലിയ ഡോൾസൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മേലെ പോവും. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് അതിലും കൂടുതൽ പോവും. സോ നമ്മൾ പല കാര്യത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതെല്ലാം ചെയ്യണം. ഇപ്പോൾ സ്റ്റഡീസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ആ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇത്രയും ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ 20 മിനിറ്റിൻ്റെ മുകളിൽ പോയില്ലെങ്കിൽ അതിശയമുള്ളൂ. അത് ഞാൻ സ്പീഡിൽ കാണിച്ചിട്ടും കൂടെ. അപ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അവർ പെർസ്പെക്റ്റീവ് ടു. ഞങ്ങൾക്ക് ഇത്രയും വീഡിയോ ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം. അപ്പം അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പല വീഡിയോസിലും ഇതുണ്ട്. നിങ്ങൾ റെഫറൻസ് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഇനി ഞാനിവിടെ കുറച്ച് റോസസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയായിരിക്കും ഈ ഒരു ക്ലേ വെച്ചിട്ട് റോസസ് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ടിലോ വല്ലതും പിന്നീട് കാണിച്ചു തരാം. ഇങ്ങനെ റോസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആൻഡ് ഇനി മുമ്പ് ഞാൻ പലതിലും ചെറിയ സാറ്റിൻ റിബൺ റോസസ് ഒക്കെ ചെയ്യണം കാണിച്ചിട്ടുണ്ട്. അതായാലും മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി ആ ഒരു പൊസിഷനിൽ, അല്ലെങ്കിൽ കൈ വളച്ച് വെക്കേണ്ട, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കൾപ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഫ്ലവർ ബൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഗേളിനെയാണ് ചെയ്യണത്. ഇതുപോലെ ഉണ്ടാവും ലാസ്റ്റ്. ആൻഡ് ഇനി ഞാൻ കയ്യിൽ ഗ്ലൗസാണ് വെച്ച് കൊടുക്കുന്നത്, കാരണം ഷീസ് എ വെസ്റ്റേൺ ഗേൾ. സോ അതുകൊണ്ട് കയ്യിൽ ഗ്ലൗസും കൂടെ ഉള്ളത് നല്ലതാണ്. റഫിൾഡ് ഡ്രസ്സൊക്കെ കുറച്ച് ഓൾഡ് ഫാഷനാണ്, ഇപ്പോഴും ഉണ്ട്, എന്നാലും ആ ഒരു രീതിയിൽ പണ്ട് ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ അവരുടെ ആ ഒരു റോയൽ ഓർ ഒരു മിഡീവൽ കാലഘട്ടത്തിലൊക്കെ ഗേൾസ് ഉണ്ടാവുക. സോ ആ ഒരു ഫാഷനിലാണ് ഞാനിവിടെ ചെയ്യണത്. സോ അതുകൊണ്ട് ഞാനൊരു ഗ്ലൗസിൻ്റെ എഫക്റ്റും കൂടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഹെയറാണ്. ഹെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വുളൻ ത്രെഡ് ഒന്ന് ഓരോ സ്ട്രാൻഡായിട്ട് എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഹെയറിൻ്റെതും ട്യൂട്ടോറിയൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പല ഡോൾസിലും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അതും കൂടെ പോയി നോക്കുക. ആൻഡ് ഞാൻ ഗ്ലൗസിന് ഒരു പേൾ വൈറ്റ് മെറ്റാലിക് കളറാണ് കൊടുക്കുന്നത്. ഹെയറിൻ്റെയൊക്കെ ഫിക്സിംഗ് ഒക്കെ പല വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇപ്പം തന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. ഇനി ഞാൻ ഒരു ഹാറ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഹാറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സാറ്റിൻ റിബൺ തന്നെ. അപ്പോൾ എനിക്ക് ഈ ഒരു കളറിൽ വേറെ ക്ലോത്തൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സാറ്റിൻ റിബൺ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഈ ഒരു അക്രിലിക് പെയിൻറ്റ് ബോട്ടിലിൻ്റെ ലിഡാണ് കേട്ടോ. എന്നിട്ട് അത് എൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഈ സാറ്റിൻ റിബൺ തന്നെ ഒന്ന് വട്ടത്തിൽ അങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു മാനറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. താഴെയും റഫിൾഡായിട്ട് ചെയ്തിട്ട് അതിൽ ആ ഒരു അറ്റത്ത് മാത്രം നമ്മളിതുപോലെ വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലൂ ഫെവിക്കോൾ ആൾഫിക്സ് ആണ്. നല്ലൊരു ഗ്ലൂ ആണ് കേട്ടോ. ഈ ക്ലോത്തൊക്കെ ഒട്ടിക്കുമ്പോൾ സ്റ്റെയിനൊന്നും വരില്ല, അങ്ങനെയൊക്കെ ഗുണമുണ്ട്. ഫെവിബോണ്ടിന് ചിലപ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ വരും. അപ്പോൾ ഈ ഒരു ഗ്ലൂ നല്ല ഗ്ലൂ ആണ്. ഇനി അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി ഞാൻ അതിൻ്റെ പുറത്ത് ഒരു ബ്ലൂ കളറിൽ സാറ്റിൻ റിബൺ റോസസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഹാറ്റിൻ്റെ. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഓവറോൾ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എല്ലാം ഞാൻ കാണിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഇനി നമ്മൾ ആ കൈയും അതും കൂടെ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്, ആ ഒരു പൊസിഷനിലിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹാറ്റ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല ഹെയറുമായിട്ട്. നൗ there she is. She's so pretty, right? അപ്പോൾ നമ്മുടെ ഡോളിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡോൾ സിസ്റ്റേഴ്സിനും നെയിം ചെയ്യുന്നത് പോലെ ഈ ഡോളിനും നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷീ ഈസ് എ വെസ്റ്റേൺ ഗേൾ and more like a medieval fantasy girl. I would name her as Daphne. ആ ഒരു പേര് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്, ഡാഫ്നി. അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു രസം. സോ എനിക്ക് ആ നെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ആ നെയിമാണ് ഈ ഡോളിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡോളിൻ്റെ മേക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫേസും അതുപോലെ തന്നെ ബോഡിയും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ക്ലോത്ത് ആഡ് ചെയ്യാവുള്ളൂ, മുകളിലത്തെ ആ ഒരു പാർട്ടൊക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് ഈ ഒരു ഡോളിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ റെഫറൻസ് വീഡിയോസൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡാഫ്നി കുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം കേട്ടോ. തിങ്കളാഴ്ച ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ചത്തെ വീഡിയോയും മറക്കാതെ കാണാം. ആൻഡ് വീഡിയോയിൽ പറയാത്തതായിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ എന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് എന്നോട് ഒരു കുട്ടി ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിവേദ്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. നിവേദ്യ ഹായ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ആൻഡ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. And here we are signing out, Daphne and me. Cheers!